ശിശുക്ഷേമ സമിതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം കാണുകയാണ്. വലിയൊരു ഉന്തും തള്ളും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. നേരത്തെ അരുൺ ഗോപി ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അരുൺ ഗോപി വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 7 പേരെ പുറത്താക്കിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിക്ക് ചെയ്യാൻ കഴിയുന്ന നടപടികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഇനി പോലീസിൻ്റെ കൈകളിലാണ്. പോലീസ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ മറ്റ് ജീവനക്കാരും ഇവരോട് പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നത് കാണാനിടയായി. ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ടും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകും. ഗൂഗിൾ അവിടെ നിന്ന് വിവരങ്ങൾ നൽകും. ഗൂഗിൾ, പ്രതിഷേധം സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ പ്രതിഷേധമുണ്ട്. പക്ഷേ അവിടുത്തെ കുട്ടികളെ കൂടി ഒന്ന് പ്രതിഷേധക്കാർ കണക്കിലെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരിൽ വല്ലാത്തൊരു ആശങ്കയോ പേടിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ കുറേ ആളുകൾ തള്ളിക്കയറി അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നത് നല്ലതാണോ എന്ന് കൂടി ചിന്തിക്കണമെന്ന് തോന്നുന്നു. ഈ പ്രതിഷേധക്കാരെ തടയാൻ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ എന്തെങ്കിലും സംവിധാനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇല്ല, ഗൂഗിളിന് അവിടുന്ന് നമ്മളോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് കരുതുന്നില്ല. വലിയ തിരക്ക്. പ്രവർത്തകർ ഉന്തും തള്ളുമായി അങ്ങോട്ടേക്ക് എത്തി. അവിടുത്തെ ജീവനക്കാരുമായി തന്നെ ഒരു വാക്പോരിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ശരിയാണ്. കുഞ്ഞിന് 2 മുറിവുകൾ കുഞ്ഞിൻ്റെ ദേഹത്തുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. 3 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മുറിവേൽപ്പിച്ചത് മറ്റൊരു മറച്ചു വെച്ചു എന്നതാണ് ഇവർക്ക് നേരെയുള്ള പരാതി. 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്ന് 7 പേർക്കെതിരെ 7 ആയമാർക്ക് നേരെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾക്ക് സാധ്യമായ നടപടികൾ എടുത്തു എന്നാണ് അരുൺ ഗോപി, ശിശുക്ഷേമ സമിതി സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ചത്. ഇനിയെല്ലാം സ്വാഭാവികമായിട്ടും പോലീസാണ് ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടത്.